കപട ചികിത്സയുടെ നീരാളി കൈകളിൽപ്പെട്ട് കേരളത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. അക്യുപങ്ക്ചർ ചികിത്സയെ തുടർന്ന് ക്യാൻസർ രോഗം മൂർച്ഛിച്ച കുറ്റ്യാടി അടുക്കത്ത് വാഴയിൽ ഹാജരയുടെ മരണമാണ് വിവാദമാവുന്നത്. ശരീരവേദനയെ തുടർന്ന് ഇവർ കുറ്റ്യാടിയിൽ അക്യുപങ്ക്ചർ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് കോഴിക്കോട് അക്യുപങ്ക്ചർ ചികിത്സയ്ക്കായി റഫർ ചെയ്തു. സ്തനാർബുദം മൂർച്ഛിച്ചപ്പോഴും എന്താണ് അസുഖം എന്ന് പോലും നിർണ്ണയിക്കാനോ പറയാനോ കഴിയാതെ തെറ്റിദ്ധരിപ്പിക്കുകയും ചികിത്സ തുടരുകയും ചെയ്തു. ഒടുവിൽ MVR ക്യാൻസർ സെൻ്ററിൽ എത്തുമ്പോഴേക്കും രോഗം 4ാം ഘട്ടം കടന്നിരുന്നു. ഹാജറയുടെ ഈ അവസ്ഥ ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് മാർച്ച് 9-ന് പുറം ലോകം അറിഞ്ഞിരുന്നു. ഹാജറയുടെ അസുഖം മൂർച്ഛിക്കാൻ ഇടയാക്കിയ കപട ചികിത്സകർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുവും മാധ്യമപ്രവർത്തകനും കുറ്റ്യാടി സ്വദേശിയുമായ NP സക്കീർ കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിരുന്നു. സ്തനത്തിൽ തടിപ്പുണ്ടായതിനെ തുടർന്ന് അക്യുപങ്ക്ചർ ചികിത്സ തേടിയെത്തിയ വീട്ടമ്മ ഇപ്പോൾ ക്യാൻസർ 4 സ്റ്റേജിൽ ചികിത്സയിലാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശരീരം വ്രണമായി പൊട്ടിയൊലിക്കുമ്പോഴും കപട ചികിത്സകൻ പറഞ്ഞത് പഴുപ്പ് പുറത്തു പോവുകയാണ് എന്നാണ്. മതിയായ ഭക്ഷണം പോലും നൽകാതെ ഇവർ അവരുടെ ശരീരം ശോഷിപ്പിച്ച് എല്ലും തോലുമാക്കി. അസുഖം ക്യാൻസറാണെന്നത് മറച്ചുവെച്ചതായും പരാതിയുണ്ട്. അസുഖം അല്ലാഹു സുഖപ്പെടുത്തുമെന്നും ഇവർ രോഗിയോട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ നൽകിയ പരാതിയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു. കുറ്റ്യാടി KMC ആശുപത്രിക്ക് മുന്നിലുള്ള അക്യുപങ്ക്ചർ ക്ലിനിക്കിലെ അക്യുപങ്ക്ചറിസ്റ്റ് ഫെമിനയുടെ ചികിത്സയിലായിരുന്നു ഹാജറ. ഏതാണ്ട് 5 മാസം മുൻപ് വരെ സ്തനത്തിൽ തടിപ്പുണ്ടായതിനെ തുടർന്നായിരുന്നു ചികിത്സ തേടിയത്. ഫെമിനയുടെ അടുത്ത് ഹാജറ 6 മാസത്തോളം ചികിത്സ തേടി. അവിടെ നിന്ന് ഭേദമാകാത്തതിനെ തുടർന്ന് ഫെമിന 2 ഡോക്ടർമാരെ നിർദ്ദേശിച്ചു. ഒന്ന് പ്രകൃതി ചികിത്സകൻ ജേക്കബ് വടക്കഞ്ചേരിയും രണ്ടാമത്തേത് കോഴിക്കോട്ടെ ഈസ്റ്റ് നടക്കാവ് പാസ്പോർട്ട് ഓഫീസ് റോഡിൽ അക്യുപങ്ക്ചർ ഹോം നടത്തുന്ന ഷുഹൈബ് റിയാലുവും. തുടർന്ന് ഹാജറ ഷുഹൈബ് റിയാലുവിൻ്റെ അടുത്ത് ചികിത്സ തേടി. ശരീരം വ്രണമാകുമ്പോഴും പൊട്ടിയൊലിക്കുമ്പോഴുമൊക്കെ എല്ലാം റെഡിയാവും എന്നതായിരുന്നു അയാളുടെ മറുപടി. ഹാജറയ്ക്ക് ക്യാൻസർ ആണെന്ന വിവരം അറിയാമായിരുന്നിട്ടും അയാൾ മറച്ചുവെച്ചു. ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ശരീരം ശോഷിച്ച് തളർന്ന ഹാജറയ്ക്ക് ഇയാൾ നിർദ്ദേശിച്ച ഭക്ഷണം രാവിലെ 2 അത്തിപ്പഴവും 300 മില്ലി വെള്ളവുമായിരുന്നു. ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഇതുപോലെ കഴിക്കാമെന്നും രാത്രി ഒന്നും കഴിക്കരുതെന്നും നിർദ്ദേശിച്ചു. രോഗം നാൾക്കുനാൾ മൂർച്ഛിച്ചു വന്നപ്പോഴും രോഗിയെ മറ്റൊരിടത്ത് അയക്കാനോ ശരിയായ ചികിത്സ തേടാനോ ഇയാൾ അനുവദിച്ചില്ല. വ്രണം പഴുത്ത് ഒലിക്കുമ്പോൾ അത് പഴുപ്പ് പുറത്തു പോവുകയാണ്, എല്ലാം റെഡിയാവും എന്ന് വിശ്വസിപ്പിച്ചു. അസുഖം കാരണം ഹാജരയുടെ ഒരു കൈ പൊക്കാൻ കഴിയാതെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുടെ സഹായം വേണം എന്ന അവസ്ഥ വന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞയാഴ്ച ഹാജറ സ്വന്തം ഇഷ്ടപ്രകാരം കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ മാത്രമാണ് ബന്ധുക്കൾക്ക് രോഗത്തിൻ്റെ കാഠിന്യം മനസ്സിലായത്. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി MVR ക്യാൻസർ സെൻ്ററിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് നാളെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. ജീവൻ ഏതാണ്ട് പൂർണ്ണമായും അപകടത്തിലായ അവസ്ഥയിലാണ്. ലാഭക്കൊതിയുമായി രോഗികളുടെ ജീവൻ പോലും അപകടപ്പെടുത്തുന്ന വ്യാജ ചികിത്സകരാണ് ഹാജറയുടെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ ഹാജറ എൻ്റെ പെങ്ങളാണ്, ഉമ്മാൻ്റെ അനുജത്തിൻ്റെ മോള. ഞങ്ങൾക്ക് ഇപ്പോഴും തീരാത്തൊരു വേദനയായിട്ട് അവശേഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ രോഗം ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഞങ്ങൾ അറിയുന്നത്. അതിന് കാരണം പറഞ്ഞാൽ കാരണക്കാരി എന്ന് പറയാം ഫെമിന എന്നൊരു കുറ്റ്യാടിയിലെ അക്യുപങ്ക്ചർ ഡോക്ടറാണ്. ആ ഡോക്ടറെ അടുത്തായിരുന്നു ഞങ്ങൾ ആരെയും അറിയിക്കാതെ ഹാജറ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. ഈ അസുഖം സാധാരണഗതിയിൽ ഇങ്ങനെ തന്നെയാണ് മാറ്റുന്നത് നല്ലത്. നിങ്ങൾ അലോപ്പതി ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ കീറി മുറിക്കുകയും സർജറി ഒക്കെ ചെയ്ത് ഒരിക്കലും രോഗം മാറാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരും എന്നവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ. ആ വിശ്വാസം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീട് അവിടെ ഓരോ ചികിത്സ നടത്തിയത്. അവിടെയുള്ള കുട്ടികളുടെ ഡോക്ടർ കുറേ കാലം ചികിത്സിച്ച് അവസാനം കോഴിക്കോടുള്ള ഒരു ഷുഹൈബ് റിഹാൽ എന്ന് പറഞ്ഞൊരു ഡോക്ടറുടെ അടുത്തേക്ക് സജസ്റ്റ് ചെയ്യുകയും അവിടുന്ന് വീണ്ടും അയാൾ ചികിത്സ തുടരുകയും ചെയ്തത്. അപ്പോൾ അവിടുന്ന് ഡോക്ടർ അവർക്ക് നിർദ്ദേശിച്ചെന്താന്ന് പറഞ്ഞാൽ 300 മില്ലി വെള്ളം 4 ഈത്തപ്പഴം ഓരോ ദിവസവും കഴിക്കുക, രോഗം പൂർണ്ണമായി മാറിക്കിട്ടും. നിങ്ങൾ ഒരു സർജറിക്കും പോകണ്ട, എക്സ്റേയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലാബ് ടെസ്റ്റോ നടത്തേണ്ട ആവശ്യമില്ല, പൂർണ്ണമായിട്ടും ഇവിടുന്ന് മാറും എന്ന് അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. ശരിക്കും പറയാൻ വെച്ചാൽ ആ വിശ്വാസം അവൾക്ക് ഈ ഡോക്ടർമാരിലുള്ള വിശ്വാസം ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ ഒരവസ്ഥയിലേക്ക് അവളെ മാറ്റിയെടുത്തത്. നഷ്ടം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എല്ലാവരും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. മക്കൾക്ക് ഉമ്മനെ നഷ്ടപ്പെട്ടു. എല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ വ്യാജ ഡോക്ടർമാരുടെ ചികിത്സ കാരണം.
ആകയാൽ ഈ ആളെക്കൊല്ലി വ്യാജ ചികിത്സകർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഇങ്ങനെയാണ് NP സക്കീർ തൻ്റെ പരാതി അവസാനിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് ഹാജിറ കോഴിക്കോട് MVR ക്യാൻസർ സെൻ്ററിൽ ചികിത്സയിലായി. പക്ഷേ അവരെ രക്ഷിക്കാനായില്ല.